Welcome to I+ Training Solution. I+ Training Solutionന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UGC NET എഡ്യൂക്കേഷന്റെ ഡിസംബർ 2024 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അതിന്റെ പാർട്ട് 4 ആണ്. മൂന്നെണ്ണം ഓൾറെഡി 20 ചോദ്യങ്ങൾ വീതമുള്ള 3 സെറ്റ് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇത് നാലാമത്തെ സെറ്റ് ആണ്. ഇതിലും 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Yes, according to human capital theory, the main benefit of investing in education is option higher wages, individual growth, world ranking of country, empowerment of people, then productivity. So human capital theory. എന്താണ് human capital theory പറയുന്നത്? നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ എഡ്യൂക്കേഷണൽ എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതിൽ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും അത് propose that individuals increases their productivity and earning potential by investing in education, training and acquiring skills. അപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഗ്രോത്ത്, അതായത് ഇൻഡിവിജ്വല് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം. ഒന്നാമത് പറയുന്ന ഇൻഡിവിജ്വല് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ അപ്പോ അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഏണിംഗ് പൊട്ടൻഷ്യൽസ്. ഏണിംഗ് എന്താണ്? ഏൺ ചെയ്യുക. ഈ എഡ്യൂക്കേഷനിലും ട്രെയിനിങ്ങിലും സ്കില്ലിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേജസ് ഏൺ ചെയ്യുക. സോ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ അപ്പോ ഇനി ഈ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി ആദ്യം കൊണ്ടുവന്നത് ബെക്കർ ആണ്. ബെക്കർ ആൻഡ് റോസൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുടെ ഫാദർ, ശരിക്കും പറഞ്ഞ എക്കണോമിക്സിന്റെ ഫാദർ തന്നെയാണ് ആഡം സ്മിത്ത് ആണ് ഇതിന്റെയൊക്കെ ഫാദർ ആയിട്ട് പറയുന്നത്. പക്ഷെ ബെക്കർ ആണ് ഇത് കൊണ്ടുവന്നത്. ബെക്കറും അതുപോലെ തന്നെ റോസനും ചേർന്ന്, ബെക്കർ 1962 റോസൻ 1976 ഇവരാണ് ശരിക്കും ഹ്യൂമൻ ക്യാപിറ്റൽ തിയറിയുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറയാം. സോ അപ്പൊ ഇത് പ്രകാരം നോക്കൂ, ഇവിടെ ഹയർ വേജസും പ്രൊഡക്ടിവിറ്റിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതേണ്ടത്. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹയർ വേജസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കാം, ഇൻഡിവിജ്വൽ ഗ്രോത്ത് വരത്തില്ലേ? ശരിക്കും ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ട്, അത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പെയർ കണ്ടോ, പെയർ വന്നേക്കുന്നത് നമ്മുടെ മാച്ചിങ് പെയറുമായിട്ട് ചേരുന്നില്ല. എയും സിയും ഒള്ളിയാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് എയും സിയും വിനേക്കാളും പ്രൊഡക്ടിവിറ്റി എന്ന് അവരുടെ ഡെഫിനിഷനിൽ തന്നെ, അല്ലെ ക്യാപിറ്റൽ തിയറിയുടെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ പ്രൊഡക്ടിവിറ്റി കൂടുതൽ മാച്ചായിട്ട് വരുന്ന ഡെഫിനിഷനാണ്, ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ എയും ഇയും നമ്മൾ ഓപ്റ്റ് ചെയ്തത്. കാരണം പ്രൊഡക്ടിവിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. പക്ഷെ ബി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബിയും കറക്റ്റ് ആണ്. പക്ഷെ ബി വെച്ച് മാച്ച് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെയാണ് എയും ബിയും ഇയും എന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അലൈൻ വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റുമായിട്ട് അലൈൻ ചെയ്യാത്തത് ഏത്? ഓപ്ഷൻ നോക്കിക്കേ. എയിമിംഗ് ഫോർ മെയിൻ സ്ട്രീമിംഗ്, catering to diverse learning needs, catering to plural society, considering individual difference. ഇവിടെ catering to diverse learning needs, അതുപോലെ തന്നെ catering to plural society, then considering individual difference, ഇതെല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി പറയാവുന്നവയാണ്. പക്ഷെ അവിടെ മെയിൻ സ്ട്രീമിംഗിലേക്ക് എല്ലാവരെയും എയിം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കില്ല അല്ലേ? നമുക്ക് തന്നെ അറിയാം, വളരെ കുറച്ച് പോർഷൻ ആൾക്കാരെ മാത്രമേ നമുക്ക് ആ മെയിൻ സ്ട്രീമിലേക്ക്, ബാക്കിയൊക്കെ എന്താണ് അവരുടെ ഡൈവേഴ്സ് നീഡ് അറിഞ്ഞുകൊണ്ടുള്ള എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. So, Nalanda University was first established during Gupta regime. It was known as Center of Learning. നോക്കൂ, നമ്മൾ വിചാരിച്ചിരുന്നത് ഇതുവരെ ഇവര് ഈ ബുദ്ധിസം, ജൈനിസം, അല്ലെ ഓർത്തഡോക്സ്, ഹെറ്ററോഡോക്സ് ഫിലോസഫി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വിട്ടുപിടിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഒരു ഇതിലാണ് വീണ്ടും നളന്ദ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി അല്ലെ ബീഹാറിൽ. സോ നളന്ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് അവർ വീണ്ടും വന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. നോക്കൂ, ഓപ്ഷൻസ് ജെയിൻ, വേദിക്, ബുദ്ധിസ്റ്റ് ആൻഡ് സാങ്ക്യ. നമുക്ക് കണ്ണടച്ചുകൊണ്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. നളന്ദ ബുദ്ധ യൂണിവേഴ്സിറ്റി അല്ലെ, ബുദ്ധിസ്റ്റ് ആയിരുന്നു, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, ബുദ്ധിസ്റ്റ്. Next is, which of the following statements are true about hypothesis? ഈ ചോദ്യം നമ്മൾ നമ്മുടെ PYQ സെലക്ടഡ് PYQ ഡിസ്കഷനിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വ്യക്തമായിട്ട് ഇതിന്റെ കാരണങ്ങളെല്ലാം സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ആയതുകൊണ്ട് അവിടെ എടുത്ത് ഉൾപ്പെടുത്തിയതാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ്. നോക്കൂ, എ ഗുഡ് ഹൈപ്പോത്തസിസ് ഈസ് ബേസ്ഡ് ഓൺ സൗണ്ട് റീസണിംഗ് that is consistent with theory or previous research. A deductive hypothesis is a generalization based on specific observation. 10th grade biology students who are instructed using interactive media achieve at high level than those who receive regular instruction only is an example of non-directional hypothesis. Qualitative researchers may develop guiding hypothesis for the proposed research. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. നോക്കൂ, ഇതിനകത്ത് എ ഗുഡ് ഹൈപ്പോത്തസിസ് ഈസ് ബേസ്ഡ് ഓൺ സൗണ്ട് റീസണിംഗ് ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് തിയറി ഓർ പ്രീവിയസ് റിസർച്ച്. യെസ്, ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കണം? ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് തിയറി ഓർ പ്രീവിയസ് റിസർച്ച്. ഒരു നല്ല ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത് എപ്പോഴും തിയറിക്കും പ്രീവിയസ് റിസർച്ചിനെയും ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പോൾ എ വരുന്നത് ഏതൊക്കെ നോക്കിക്കേ. അടുത്ത് എയുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന പേര് ബി 1ഉം 4ഉമാണ്. അവിടെ എന്താണ്? എ ആൻഡ് ബി ഒള്ളി എന്നാണ് കിടക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ബി എ ഡിഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് എ ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഒബ്സർവേഷൻ. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ DGP ആണ്. അപ്പോൾ സ്പെസിഫിക്കിൽ നിന്ന് ജനറലൈസേഷനിൽ അല്ലേ ഏതാണ് വരുന്നത്? അതായത് സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നതിനാണ് ഏത് പറഞ്ഞത്? DGP എന്ന് പറഞ്ഞത്. അല്ലാതെ ജനറലൈസേഷനെ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഒബ്സർവേഷൻ, അതായത് ജനറലൈസേഷൻ, അതായത് ഡിഡക്റ്റീവ് ഹൈപ്പോത്തസിസ് DGP എന്നാണ്. അതായത് എന്താണ്? G മീൻസ് ജനറൽ ടു സ്പെസിഫിക്കിലേക്കാണ് വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞ സെന്റൻസ് പ്രകാരം എന്താണ്? ഇത് സ്പെസിഫിക് ടു ജനറൽ എന്നുള്ള രീതിയിലാണ്. ഇറ്റ്സ് എ ജനറലൈസേഷൻ ആണ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഒബ്സർവേഷൻ എന്നാ പറഞ്ഞേ. അങ്ങനെ അല്ലല്ലോ. സോ അപ്പൊ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ആ DGP മാത്രം ഓർത്തിരുന്നാൽ മതി. ജനറൽ ടു സ്പെസിഫിക് ആണ് ഡിഡക്റ്റീവ്. അപ്പൊ മറ്റേത് ഒബ്വിയസ്ലി തിരിച്ചായിരിക്കുമല്ലോ അല്ലേ? സോ അങ്ങനെ ഇൻഡക്റ്റീവ്. നോ 10th grade ബയോളജി സ്റ്റുഡൻസ് ഹു ആർ ഇൻസ്ട്രക്ട്. അപ്പൊ എന്തായാലും ബി തെറ്റാണ്. അപ്പൊ ബി തെറ്റാകുമ്പോൾ ബി ഉള്ള ഓപ്ഷൻസ് നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പോൾ എയും ഡി ഒന്ന് നോക്കിക്കേ. ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് മേ ഡെവലപ്പ് ഗൈഡിങ് ഹൈപ്പോത്തസിസ് ഫോർ ദി പ്രൊപ്പോസ്ഡ് റിസർച്ച്. കറക്റ്റ് ആണ്. ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിക്ക് പ്രത്യേകിച്ച് നമ്മൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യുന്നൊന്നും ഇല്ല ശരിക്കും അല്ലെ. ക്വാളിറ്റേറ്റീവിന് നമുക്ക് ഹൈപ്പോത്തസിസ് വേണ്ട എന്ന് പറയുമെങ്കിലും ഒരു ഗൈഡിങ് ഹൈപ്പോത്തസിസ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. സോ അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഗൈഡിങ് ഹൈപ്പോത്തസിസ് വേണം. ഓക്കെ, നൗ സോ എയും ഡിയുമാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4 ആണ്. ഇനി ആ സി ഒന്ന് നോക്കിക്കേ. 10th grade biology students who are instructed using interactive media achieve at higher level than those who receive regular instruction only is an example of non-directional hypothesis. പക്ഷെ ഇവിടെ നോൺ ഡയറക്ഷണൽ എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്?
ഇതൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്ക്, 10th ഗ്രേഡ് സ്റ്റുഡൻസിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഹയർ ലെവലിൽ ഉണ്ട് എന്ന്. അപ്പോൾ അത് ഡയറക്ഷണൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് അല്ല. എനിവേ എന്തായാലും നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, എയും ഡിയും ഒള്ളി. സോ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, എ ആൻഡ് ഡി ഒള്ളി. സോ പെർസെപ്ച്വൽ റീസണിങ് നോക്കൂ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പെർസെപ്ച്വൽ റീസണിങ്, വർക്കിംഗ് മെമ്മറി, പ്രോസസ്സിംഗ് സ്പീഡ്, വെർബൽ കോംപ്രിഹെൻഷൻ. സോ ഇതിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് വെർബൽ കോംപ്രിഹെൻഷൻ. വെർബലായിട്ട് വരുന്ന എന്താണ്? സിമിലാരിറ്റീസ്, വൊക്കാബുലറി, ഇൻഫർമേഷൻ ഒക്കെ. സോ അപ്പോൾ നമുക്ക് D1 എന്നുള്ള ഒരു ഓപ്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇനി D1 ഉള്ളത് അവിടെ ഏതൊക്കെയാണെന്ന് നോക്കാം. D1 വരുന്നത് 1ഉം 4ഉമാണ്. സോ 1ഉം 4 അവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്നതിൽ ഇനി നമുക്ക് പിടിക്കാം. കാരണം എ അവിടെ എയും 3ഉം 2ഉം ആണ് അവിടെ ഇതായിട്ട് വന്നിരിക്കുന്നത്. നോക്കി, എ പെർസെപ്ച്വൽ റീസണിങ്. റീസണിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ പിള്ളേർക്ക് എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുക്കും അല്ലേ, കൊടുത്തിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ പെർസെപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറയും അല്ലേ. സോ അപ്പോൾ അവിടെ ബിൽഡിംഗ് ഡിസൈൻ, ബ്ലോക്ക് ഡിസൈൻ, മെട്രിക്സ് റീസണിങ്, വിഷ്വൽ പസിൽസ് ഒക്കെ എന്താണ്, അത് പെർസെപ്ച്വൽ റീസണിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ A3 ആക്കി നമ്മൾ എടുത്തു. അപ്പോൾ A3 D1 വരുന്ന ഓപ്ഷൻ എവിടെയാണ് അവിടെ ഉള്ളത്? 4th ഓപ്ഷൻ ആണ് ഉള്ളത്. സോ അപ്പോൾ ബാക്കി നമുക്ക് അത് വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. വർക്കിംഗ് മെമ്മറി കറക്റ്റ് ആണ്, ഡിജിറ്റ് സ്പാനും അതുപോലെ സ്പാൻ ഓഫ് മെമ്മറി എന്നല്ലേ പറയുന്നത്, സ്പാന് ഡ്യൂറേഷൻ. ദെൻ അരിത്തമെറ്റിക് എപ്പോഴും വർക്കിംഗ് മെമ്മറിയിൽ കിടന്ന് കറങ്ങുന്ന ഒരു സംഭവമാണ്. ദെൻ പ്രോസസ്സിംഗ് സ്പീഡ് എന്താണ്, സിംബോളിക് സെർച്ച്, സിമ്പിൾ സെർച്ച് കോഡ് അല്ലേ. സോ ഇപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A3, B2, then C4, D1. Okay. So here one more match the following, that ethnography, ethology, ethnomethodology, phenomenology. So options നോക്കാം. How do the origin, characteristics and culture of different societies compare to one another? What is the experience of an activity or concepts from this particular participant's perspective? How do people make sense of their everyday activities in order to behave in socially accepted ways? And what are the cultural patterns and perspectives of this group in this natural settings? നമുക്ക് ആൻസർ നോക്കി പോകാം അല്ലേ. നോക്കൂ, എത്തനോഗ്രഫി. എത്തനോഗ്രഫി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് എത്തനോഗ്രഫിയിൽ വരുന്നത്? നമ്മൾ കൾച്ചറിനെ പറ്റി അല്ലേ, ഓരോരോ ഗ്രൂപ്പുകൾ അല്ലെ അവയുടെ കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു പോകുന്നതാണ് എത്തനോഗ്രഫിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഓപ്ഷൻ 4 ആണ് എയ്ക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആ 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്? അത് വെച്ച് നോക്കുമ്പോൾ 2 എണ്ണമാണ് വരുന്നത്. 4 വരുന്നത് 2ഉം 4ലും 4 വരും. സോ അപ്പോൾ അടുത്തത് നോക്കിക്കേ, ഫിനോമിനോളജി നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ കോൺസെപ്റ്റ്സ് ഫോർ ദെയർ പെർട്ടിക്കുലർ പാർട്ടിസിപ്പൻറ്റ് പെർസ്പെക്റ്റീവ്. സോ അപ്പോൾ ഫിനോമിനോളജി കിട്ടി. സോ ഓപ്ഷൻ 2 ആണ് ഫിനോമിനോളജിയിൽ വരുന്നത്. സോ നോക്കിയപ്പോൾ അതിൽ 2ലും 4ലും ഇതുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തിലേക്ക് പോകണം? ഇനി നമുക്ക് പോകേണ്ടത് എത്തോളജി. ഇത്തോളജി എന്ന് പറയുന്നത് ഒറിജിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്, ഡിഫറെൻറ്റ് സൊസൈറ്റീസിൻ്റെ ഒക്കെ. അപ്പോൾ ഓപ്ഷൻ ബി 1 ആയിട്ട് എടുക്കാം. ദെൻ ഓപ്ഷൻ സി വരുന്നത് അപ്പം എത്തനോ മെത്തഡോളജി എന്ന് പറയുന്നത് ഹൗ ഡു പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ദെയർ എവ്രിഡേ ആക്ടിവിറ്റി, മെത്തേഡ് അല്ലേ, മെത്തഡോളജി എന്നുള്ള രീതി സോഷ്യലി അക്സെപ്റ്റഡ് വേയിൽ. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. ദ 4 ബേസിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഐഡന്റിഫൈഡ് ബൈ ബിൽ റെഡിൻ വെയർ. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഓപ്ഷൻസ് വെച്ച് നോക്കാം. ടെല്ലിംഗ്, സെല്ലിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ്, ഡെലിഗേറ്റിംഗ്, M1, M2, M3, M4, DMAIC, DMADV, CTQ, പോഡ്സ്കോപ്പ്, ദെൻ റിലേറ്റഡ്, ഇന്റഗ്രേറ്റഡ്, ഡെഡിക്കേറ്റഡ്, സെപ്പറേറ്റഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. RIDS ആണ് ബിൽ റെഡിൻ്റെ എന്ന്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. So the 4 basic leadership style identified by Bill Redin were telling, selling, participating, delegating, M1, M2, M3, M4, then DMAIC, DMADV, CTQ, PODSCORUP, then related, integrated, dedicated, separated.
സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന റിലേറ്റഡ്, ഇന്റഗ്രേറ്റഡ്, ഡെഡിക്കേറ്റഡ്, സെപ്പറേറ്റഡ് ആണ്. ഓപ്ഷൻ 4 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ഇതാണ്, അക്കോർഡിംഗ് ടു ജൈനിസം following are required to attain moksha. So samyak darshan, samyak drishti, samyak jnan, samyak charitra, then samyak sankalp. ഇത് കുറച്ച് എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓൾറെഡി ഉള്ളതാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് ആൻസർ നോക്കാം. ഇതിന്റെ മോക്ഷ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സമ്യക് ദർശനാണ്. സോ അത് കഴിഞ്ഞിട്ട് സമ്യക് ജ്ഞാൻ വേണം, പിന്നെ വേണ്ടത് സമ്യക് ചരിത്ര. സോ ഇത് മൂന്നുമാണ് മോക്ഷ അറ്റൈൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ദൃഷ്ടിയും സങ്കല്പവും ഒക്കെ നമ്മൾ ചിന്തിക്കും, പക്ഷെ അതൊന്നും വേണ്ട. ACD ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സമ്യക് ദർശൻ, സമ്യക് ജ്ഞാൻ ആൻഡ് സമ്യക് ചരിത്ര, ACD. വീണ്ടും നമുക്കൊരു എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സോ ഇത് നോക്കൂ, സാലാമാൻക സ്റ്റേറ്റ്മെന്റ്, then Rehabilitation Council of India Act, then Person with a Disability Act, National Policy for Person with a Disability. ഈ സംഭവം എല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. എന്താണ് സാലാമാൻക ആക്ട്? ഓക്കെ, എന്താണ് ഈ സാലാമാൻക ആക്ട്? സാലാമാൻക സ്റ്റേറ്റ്മെന്റ്, ബാക്കിയെല്ലാം ആക്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്ന സാലാമാൻക സ്റ്റേറ്റ്മെന്റ്. എന്താണ് സാലാമാൻക സ്റ്റേറ്റ്മെന്റ്? സാലാമാൻക സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും സാലാമാൻക സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ ഇന്റർനാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഈ നാലിതും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെതിലാണ് വന്നത്. ഈ സാലാമാൻക സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വേൾഡ് കോൺഫറൻസ്, ജസ്റ്റ് ഒരു പോയിന്റ് ആണ് പറയുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വേൾഡ് കോൺഫറൻസ് ഓൺ സ്പെഷ്യൽ നീഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, access and quality held in സാലാമാങ്ക. അവിടെ സാലാമാങ്കയില്, സ്പെയിനാണ് ഈ സാലാമാങ്ക എന്ന് പറഞ്ഞ സ്ഥലം, സ്പെയിനിലാണ്. സ്പെയിനിൽ 1994 നടന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു കോൺഫറൻസ് ആണ് ഈ സാലാമാങ്ക സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു കോൺഫറൻസ്, ഇത് യുനെസ്കോയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് ഓഫ് സ്പെയിൻ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ കുറെ ആശയങ്ങളുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ റെഗുലർ സ്കൂൾ, ദെൻ സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്, ലെജിസ്ലേറ്റ്, പലതരത്തിലുള്ള ലെജിസ്ലേഷൻസും പോളിസീസും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഓക്കെ, സോ ഇതെല്ലാം വന്നത് അന്നാണ്. അപ്പൊ ഇത് ഏതാണ്? 1994 ഈ സാലാമാങ്ക സ്റ്റേറ്റ്മെന്റ്. സോ അപ്പൊ നമുക്ക് സാലാമാങ്ക സ്റ്റേറ്റ്മെന്റ് 1994 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. സാലാമാങ്കയുടെ പോയിന്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചല്ലോ. അടുത്തത് ദ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. സോ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത് 1992 പക്ഷേ 1992 വന്നെങ്കിലും അതിനെപ്പറ്റി കുറച്ചും കൂടി പോയിന്റ് പറയാം. അത് അമെൻഡ് ചെയ്തത് 2000 ഓക്കെ, അത് RCI ആക്ട് എന്ന് പറയും. 1992 ദാറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് വരണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? സ്പെഷ്യൽ എഡ്യൂക്കേഷനെയും റീഹാബിലിറ്റേഷനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു. സോ അത് വന്നതെന്ന് പറഞ്ഞാൽ എന്നാണ്? 1992 റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് വന്നത്. പിന്നെ ആ ഒരു പോയിന്റ് കൂടെ നോക്കണം, അത് അമെൻഡ് ചെയ്തത് 2000 അത് അമെൻഡ് ചെയ്തത്. ഇനി അടുത്തത് കേക്ക്, ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അടുത്തതാണ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. വിച്ച് വൺ? ഇനി ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നാ വന്നത്? ഡിസബിലിറ്റീസ് ആക്ട്. ദ പേഴ്സൺ വിത്ത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അത് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് മുമ്പ് പഴയതുമുണ്ട്. ഓക്കെ, സോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നത് 1995-ലാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാ കിടക്കുന്നത്? യെസ്, നെക്സ്റ്റ് ഈസ് നാഷണൽ പോളിസി ഫോർ പേഴ്സൺസ് ആൻഡ് വിത്ത് ഡിസബിലിറ്റീസ്. നാഷണൽ പോളിസീസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അത് വന്നത് 2006-ലാണ്. സോ ഇറ്റ് എയിംസ് ടു എന്താണ്, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ റൈറ്റ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ സൊസൈറ്റി. ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് വന്നു. സോ അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടി. Salamanca Statement 1994, the Rehabilitation Council of India 1992, the Person with a Disability Act 1996-5, National Policy for Person with a Disability 2006. അപ്പോൾ A4 ഇവിടെ ഭയങ്കര എളുപ്പമായിരുന്നു, ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാലും മതിയായിരുന്നു അല്ലേ. A4 വരുന്നത് നോക്കുക, A4-ഉം B1-ഉം വരുന്നത് നോക്കി. A4 B1 വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 is the correct answer. ഓക്കെ, സോ നോക്കിയേ, ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, എ എന്ന് പറയുന്ന സലാമാങ്ക സ്റ്റേറ്റ്മെന്റ് 1994, then Rehabilitation Council of India 1992, then Person with a Disability Act 1995, and National Policy for Person with Disabilities 2006. Okay, so idum oru match the following question aanu. So matching mastery decision, average IQ, evaluation of capacity, guiding future instruction. അപ്പുറത്തതിന് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് സമ്മേറ്റീവ്, ഫോർമേറ്റീവ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്, നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇതങ്ങ് മാച്ച് ചെയ്യണം. ആദ്യം ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതായിരിക്കും എടുക്കുക? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും ഇല്ലേ? കാരണം അതായത് ഐ മീൻ എന്താണ്, ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, അതായത് ടോട്ടൽ കപ്പാസിറ്റി, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു മാസ്റ്ററി ഡിസിഷൻ, ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിലെ മാസ്റ്ററി ഡിസിഷൻ എടുക്കണമെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയാസ് നമ്മൾ സെറ്റ് ചെയ്യും. സോ അപ്പോൾ അവിടെ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എടുക്കാം, യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ A3 വരുന്ന ഓപ്ഷൻസും സി എന്ന് പറയുന്ന ഈ ഒരു ആവറേജ് IQ ലെവൽ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോമ് വെച്ചിട്ടാണ് അല്ലേ, ഇത്ര കുട്ടികളുടെ 90 മുതൽ ഇപ്പം എന്താണ് ഇത്ര ഇത് മുതൽ ഇത്ര ഇതുവരെ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ഐ മീൻ IQ എന്നൊക്കെ നോക്കുന്നത് ഒരു നോംസ് എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾ അല്ലേ സെറ്റ് ചെയ്യും. അപ്പം അതിന് ആവറേജ് IQ. അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ A എന്ന് പറയുന്നത് 3-ഉം B എന്ന് പറയുന്നത് 4-ഉമാണ്. A3-യും B4-ഉം വരുന്നതും ഏതാണെന്ന് നോക്കണം. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ദാറ്റ് മീൻസ് മാസ്റ്ററി ഡിസിഷൻ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തണം. ദെൻ ആവറേജ് IQ മാസ്റ്ററി ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എടുക്കണം. ആവറേജ് IQ-നാണെങ്കിൽ നോം റെഫറൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഓഫ് കപ്പാസിറ്റി ഡൺ ബൈ സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഒരു ഫ്യൂച്ചർ ഇൻസ്ട്രക്ഷനിലേക്ക്, അതായത് ഗൈഡിങ് ഫ്യൂച്ചർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇവാലുവേഷൻ എപ്പോഴും ഫോർമേറ്റീവ് ആയിരിക്കണം. കാരണം നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് കുഡ് ബി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആസ് വെൽ. സോ അതുകൊണ്ട് ഫോർമേറ്റീവ് ആണ് അവിടെ വരുന്നത്.